പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ഇടുക്കി മൂന്നാറിൽ പകൽ ചൂട് ഏറ്റവും ഉയർന്ന നിലയിൽ. അൾട്രാവയലറ്റ് കിരണത്തിന്റെ അളവ് സൂചിക 8-ലെത്തിയിട്ടുണ്ട്. ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, ഇടുക്കിയിൽ മൂന്നാറിൽ പകൽ ചൂട് ഏറ്റവും ഉയർന്ന നിലയിലാണ്. ഇപ്പോൾ ജില്ലയിൽ ഇപ്പോൾ യെല്ലോ അലർട്ടൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ എങ്ങനെയാണ്? 24 മണിക്കൂർ കണക്കുകൾ പ്രകാരം ഇടുക്കി മൂന്നാറിലാണ് ഏറ്റവും ഉയർന്ന UV ഇൻഡെക്സ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ സൂചിക 7-ലെത്തിയതോടെ തന്നെ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വേണ്ട മുൻകരുതൽ എടുക്കുക എന്നതാണ് ഈ മഞ്ഞ അലർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കനുസരിച്ച് UV ഇൻഡെക്സ് ഇപ്രകാരമാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ ഈ മൂന്നാറിൽ സൂചിക 8-ലെത്തിയിരുന്നു. ഏതായാലും കൃത്യമായി രാവിലെ 10 മണി മുതൽ 3 മണി വരെ, ഉച്ചകഴിഞ്ഞ് 3 മണി വരെ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. ഏതായാലും തോട്ട മേഖലയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തൊഴിലാളികൾ രാവിലെ തൊഴിലിറങ്ങുന്നു. അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇതെല്ലാം തന്നെ തീർച്ചയായിട്ടും ഇവരോടെല്ലാം തന്നെ ജാഗ്രത പാലിക്കണം എന്ന് കൃത്യമായ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം സൺഗ്ലാസും അതുപോലെ ഹെൽമറ്റും അതോടൊപ്പം തന്നെ സൺസ്ക്രീൻ അടക്കമുള്ള ഉപയോഗിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വലിയ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഈ എല്ലാ അലർട്ടും കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. തുടർച്ചയായ 3-ാം ദിനമാണ് ഇത്തരത്തിൽ കനത്ത ചൂട് മൂന്നാറിനെ അപേക്ഷിച്ച് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും വൈകുന്നേരത്തെ താപനില നോക്കിക്കഴിഞ്ഞാൽ വൈകുന്നേരം നല്ല രീതിയിലുള്ള തണുപ്പും മൂന്നാറിൽ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ പകൽ കനത്ത ചൂട് തന്നെയാണ് മൂന്നാറിൽ കനത്ത ചൂട് തന്നെയാണ് നൽകുന്നത്. ഏതായാലും അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കാൻ കൃത്യമായ നിർദ്ദേശം തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. ഇടുക്കി മൂന്നാറിൽ പകൽ ചൂട് ഏറ്റവും ഉയർന്ന നിലയിലാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അൾട്രാവയലറ്റ് വികിരണത്തിന്റെ അളവ് സൂചിക 8-ലെത്തിയിട്ടുണ്ട്. ജില്ലയിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും തോട്ടം തൊഴിലാളികളെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുക. അവർക്കും ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ബിനീഷ് ആന്റണിയാണ്.